ഈ കൂടുതൽ നേരം സ്ക്രീൻ യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ അതുപോലെ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ബോണിൻ്റെ ഡിസീസസ് എന്തൊക്കെയാണ്? ദീർഘനേരം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും ദീർഘനേരം ചിലപ്പോൾ ലാപ്ടോപ്പിൽ പല ജോലിയിലുള്ള ഒരു ബാങ്കോ ജീവനക്കാരെ അല്ലെങ്കിൽ ഇപ്പം ടെക്കീസ് ഇവരെല്ലാം ദീർഘനേരം ലാപ്ടോപ്പിൽ മേ ബി 8 to 10 hours ഒക്കെ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരിക്കുന്നവരാണ്. അപ്പം അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഇരിക്കുമ്പം നമുക്ക് നമ്മുടെ ആ ഇരിപ്പ് തന്നെ ചിലപ്പം നമ്മുടെ ഒരു എർഗണോമിക് ഇതിലല്ലെങ്കിൽ നമുക്കത് കഴുത്ത് വേദന ഉണ്ടാകാം, ലോവർ ബാക്ക് പെയിൻ ഉണ്ടാകാം, ഈവൻ ഷോൾഡർ പെയിൻ ഉണ്ടാകാം. അങ്ങനെ നിരവധി ജോയിൻറ്റ്സ് റിലേറ്റഡ് ഇഷ്യൂസ് വരാം. അതുപോലെ തന്നെ മസിൽ റിലേറ്റഡ് ചില മസിൽസ് വലിയും ചില മസിൽസ് ചുരുങ്ങും ചില സൈഡിലുള്ള പേശികൾ. അപ്പം അതും ദാറ്റ് വിൽ കോസ് പെയിൻ. അങ്ങനെ പല വിധത്തിലുള്ള വേദനകൾ ജോയിൻറ്റ് ആൻഡ് മസിൽ റിലേറ്റഡ് പെയിൻസ്, പൂർ പോസ്റ്റർ, ഇതെല്ലാം നമ്മൾ ദീർഘനേരം ഇരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പിൽ അല്ലെങ്കിൽ ദീർഘനേരം ഇരുന്ന് ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് വരാൻ സാധിക്കും. അപ്പോൾ ഈ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള വേദനകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുത്താനും പറ്റില്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഈ പെയിൻ ഒന്ന് കുറയ്ക്കാനായിട്ട്? വേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ തീർച്ചയായും അവർ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പം അവരുടെ ഒരു ഇരിപ്പ് തന്നെ ആയിരിക്കും ഒരു പ്രധാന പ്രശ്നം, ദീർഘനേരം ഇരിക്കുന്നതായിരിക്കും പ്രശ്നം. ഇപ്പം കഴുത്ത് വേദനയാണെങ്കിൽ ഉദാഹരണമായി പറഞ്ഞാൽ കഴുത്തിൻ്റെ പോസ്റ്റർ ശരിയായ രീതിയിലായിരിക്കണം. നമ്മൾ പലപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഫോർവേഡ് ഹെഡ് പോസ്റ്റർ എന്ന് പറയും. തല മുമ്പോട്ട് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ സ്ക്രീൻ അല്ലെങ്കിൽ ടുവേഴ്സ് ദ കസ്റ്റമേഴ്സ് അവരുമായിട്ട് സംസാരിക്കുന്നു ബാങ്കിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ഫോർവേഡ് ഹെഡ് പോസ്റ്റർ അത് നമ്മുടെ കഴുത്തിൽ ചില പ്രത്യാഘാതങ്ങളുണ്ടാക്കും. അതായത് നമ്മുടെ ബാലൻസ് സ്റ്റേച്ചർ പ്രോബ്ലംസ് വരും, നല്ല ശരീരഘടനയിൽ വ്യത്യാസങ്ങൾ വരും. അതുപോലെ തന്നെ ചിലർ ഷോൾഡർ മുമ്പോട്ട് ഇടിഞ്ഞുള്ള ഒരു കുനിഞ്ഞുള്ള ഇരിപ്പ്, അത് ദാറ്റ് വിൽ കോസ് നമ്മുടെ ബാക്ക് പെയിൻ ഉണ്ടാക്കാം, നെക്ക് പെയിൻ ഉണ്ടാക്കാം, ഷോൾഡർ പെയിൻ ഉണ്ടാക്കാം. നമ്മുടെ കഴുത്തിന് പുറകിലുള്ള പേശികൾ സ്ട്രെച്ച് ചെയ്യപ്പെടും. അപ്പോൾ സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന പേശികൾ പിന്നെ അത് വീക്കായി പോകും. അപ്പോൾ ഫ്രണ്ടിലുള്ള പേശികൾ ചുരുങ്ങും, അവ കൺട്രാക്ചർ വരും. അങ്ങനെ നമ്മളൊരു ക്രോണിക് ഇതിലേക്ക് പോവുകയാണെങ്കിൽ എവറി ദ സെയിം പോസ്റ്ററിൽ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് നമ്മുടെ പോസ്റ്ററിൽ ഡാമേജ് ഉണ്ടാക്കും. അത് നമുക്ക് വേദന ഉണ്ടാക്കാം, ക്ഷീണം ഉണ്ടാക്കാം, അതൊരു കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോകും.